അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കും. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 2019 തിരഞ്ഞെടുപ്പിൽ 49-ൽ 32 സീറ്റുകളും BJPക്ക് ഒപ്പമായിരുന്നു. കോൺഗ്രസിന് 1 സീറ്റ് മാത്രമാണ് നേടാനായത്. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് മണ്ഡലങ്ങൾ ജനവിധി എഴുതുന്നത് ഇന്നാണ്. ഉത്തർപ്രദേശിൽ 14, മഹാരാഷ്ട്രയിലെ 13, പശ്ചിമ ബംഗാളിലെ 7 എന്നിങ്ങനെ സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഒപ്പം ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിലെ 5 വീതം സീറ്റുകൾ, ജാർഖണ്ഡിലെ 3 സീറ്റുകൾ, കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റുകളിലേക്കുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 2019 നേടിയ 32 സീറ്റുകൾ വർദ്ധിപ്പിക്കാനാണ് BJPയുടെ ശ്രമം. ഹിന്ദി ഹൃദയഭൂമിയിലാണ് പ്രധാന മണ്ഡലങ്ങൾ എന്നതിനാൽ കാര്യമായ വെല്ലുവിളി ഇല്ലെന്നാണ് BJPയുടെ വിലയിരുത്തൽ. 1 സീറ്റിൽ ഒതുങ്ങിയ കോൺഗ്രസിനാകട്ടെ സീറ്റെണ്ണം വർദ്ധിപ്പിച്ചേ മതിയാകൂ. തിരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടങ്ങളെക്കാൾ പ്രചരണ രംഗത്ത് കൂടുതൽ മുന്നേറ്റം കൈവരിക്കാനായ ഇന്ത്യ സഖ്യം മഹാരാഷ്ട്രയിൽ കൂടുതൽ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. അവശേഷിക്കുന്ന 13 സീറ്റുകളിൽ ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്നതോടെ മഹാരാഷ്ട്രയിലെ 48 സീറ്റുകളിലും വോട്ടെടുപ്പ് പൂർത്തിയാകും. ആകെ 695 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. രണ്ടാം മണ്ഡലമായ റായ്ബറേലിയിൽ മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, പീയൂഷ് ഗോയൽ, രാജീവ് പ്രതാപ് റൂഡി, നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള, LJP നേതാവ് ചിരാഗ് പാസ്വാൻ തുടങ്ങിയവരാണ് ജനവിധി തേടുന്നതിൽ പ്രമുഖർ. അഞ്ചാം ഘട്ടത്തോടെ ആകെയുള്ള 543-ൽ 428 സീറ്റുകളിൽ വോട്ടെടുപ്പ് പൂർത്തിയാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും പുരോഗമിക്കുന്ന ഒഡീഷയിലെ 35 അസംബ്ലി സീറ്റുകളിലേക്കും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. 4ാം ഘട്ട വോട്ടെടുപ്പിൽ 63.23% പോളിംഗ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ബംഗാളിലാണ്. 77.38% ഇവിടെ പോളിംഗ്. ഏറ്റവും കുറവ് ജമ്മു കാശ്മീരിലാണ്. 38% ആകെ പോളിംഗ്. 70% മുകളിൽ 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. 4 ഘട്ടങ്ങളിലായി 379 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. 4 ഘട്ടങ്ങളിലെയും വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് രാഷ്ട്രീയ പാർട്ടികളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ശേഷിക്കുന്ന 3 ഘട്ടങ്ങളിലും പരമാവധി വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ. മെയ് 25-ന് 6ാം ഘട്ട വോട്ടെടുപ്പും ജൂൺ 1-ന് അവസാനഘട്ട വോട്ടെടുപ്പും നടത്തും. ജൂൺ 4-നാണ് ഫലം പ്രഖ്യാപിക്കുക. ഇന്ത്യ മുന്നണി 300-ൽ അധികം സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. പല സംസ്ഥാനങ്ങളിലെയും സ്വാധീനം ഇല്ലാത്തതുകൊണ്ട് BJP 200 സീറ്റിൽ കൂടുതൽ നേടില്ലെന്നും ഖാർഗെ മുംബൈയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 6ാം ഘട്ടത്തിന്റെ വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരുന്നു. 6 സംസ്ഥാനങ്ങളിലെയും 1 കേന്ദ്രഭരണ പ്രദേശത്തിലെയും തെരഞ്ഞെടുപ്പ് മെയ് 25-ന് നടക്കും. ബീഹാർ, ഹരിയാന, ജാർഖണ്ഡ്, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ 6 സംസ്ഥാനങ്ങളിലെ 57 ലോക്സഭാ സീറ്റുകളിലേക്കും ഡൽഹിയിലുമാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് 6-നാണ്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മെയ് 7-ന് നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മെയ് 9-നാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു.